ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിംഹത്തെ പോലെ ഗർജിച്ച് നടന്നിരുന്ന ആരെയും ഒന്നിനും ഭയക്കാത്ത ബംഗാൾ കടുവയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ, പറഞ്ഞു വരുന്നത് നമ്മുടെ മമതയെക്കുറിച്ച് തന്നെ. എന്നാൽ ഇപ്പോൾ ആ കടുവ ഡൽഹിയിൽ ചെന്ന് പൂച്ചയെ പോലെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാവം മമതയുടെ ഒരു ഗതികേട് നോക്കണേ. ഇന്ത്യ മഹാരാജ്യത്ത് ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു മുൻ മുഖ്യമന്ത്രിക്ക്, അതും മമതയെ പോലെ അഹങ്കാരത്തിനൊട്ടും കുറവില്ലാത്തൊരു നേതാവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മാധ്യമ വാർത്തകൾ വരുന്നത് എങ്ങനെയാണ്? ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് കരുത്ത് പകരാൻ മമത ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു ഗാംഭീര്യമല്ലേ. എന്നാൽ സംഗതിയുടെ അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്നത് പോലെ അണിയറയിലെ സത്യമറിഞ്ഞാൽ ആർക്കായാലും കുറച്ച് സഹതാപം തോന്നിപ്പോവും. മുന്നണിക്ക് കരുത്ത് പകരാനൊന്നുമല്ല ദീദി ഡൽഹിക്ക് വണ്ടി കയറിയത്. സ്വന്തം പാർട്ടിയിലെ MP-മാർ പാർലമെന്റിൽ ഇട്ട് താങ്ങുമെന്നായപ്പോൾ അവരെ ഒന്ന് തണുപ്പിച്ച് നിർത്തി പാർട്ടി രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് പുറത്തു വരുന്ന ആ റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാര്യം ലളിതമാണ്. ദീദിയുടെ സ്വന്തം തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ വലിയൊരു വിള്ളൽ വീഴാൻ പോവുകയാണ്. ആകെയുള്ള 29 ലോക്സഭാ MP-മാരിൽ 20 പേരെങ്കിലും ഇപ്പോൾ വിമതരായി മാറി പാർട്ടിക്കെതിരെ തിരിയുമെന്നതാണ് കേൾക്കുന്നത്. അതായത് ബംഗാളിൽ BJP-യും മറ്റെതിരാളികളെയും വിരട്ടി നിർത്തിയിരുന്ന മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പേടിക്കേണ്ട ഗതികേടായി. ഡൽഹിയിൽ ചെന്നിട്ട് ഈ വിമത MP-മാരുടെ മുന്നിൽ കയ്യും കെട്ടി നിന്ന് എന്നെ ചതിക്കരുതേ, പാർട്ടിയിലേക്ക് തിരിച്ചു വരണേ എന്ന് അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ദീദി. എങ്ങനെയെങ്കിലും ഇവരെ കാലം പിടിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഈ ഡൽഹി യാത്രയത്രേ. എന്തായാലും മമതയുടെ ആ പഴയ അഹങ്കാരമൊക്കെ ഇപ്പോൾ അല്പം ക്ഷമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ നീക്കങ്ങൾ കാണിക്കുന്നത്. എപ്പോഴും തലയുയർത്തി മാത്രം സംസാരിക്കുന്ന ദീദി ഇപ്പോൾ MP-മാരുടെ മൂടനുസരിച്ച് താളം തുള്ളേണ്ട അവസ്ഥയിലാണ്. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു രസകരമായ കഥ കൂടിയുണ്ട്. മരുമകൻ അഭിഷേക് ബാനർജിയുടെ ചിറകിന് ക്ലിപ്പിടാൻ മമത കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നു എന്നത് വലിയ വാർത്തയായിരുന്നു. പാർട്ടി അധ്യക്ഷൻ അഭിഷേക് ബാനർജി ആണെങ്കിലും പുള്ളിക്കാരന്റെ തന്നിഷ്ടം അത്ര അങ്ങോട്ട് വിലപ്പോകാത്തത് കൊണ്ട് 2 ഉപാധ്യക്ഷന്മാരെ കൂടി പുതുതായി നിയമിക്കാൻ മമത നിർബന്ധിതയായി. മരുമകനെതിരെ പാർട്ടിയിൽ ഉയരുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളാനല്ല, മറിച്ച് സ്വന്തം കസേര ഇളകാതിരിക്കാൻ മരുമകന്റെ അധികാരം ഒന്ന് വെട്ടിച്ചുരുക്കിയതാണ്. ഇങ്ങനെ സ്വന്തം കുടുംബത്തിലും പാർട്ടിയിലും തീപിടിച്ചിടക്കുമ്പോഴാണ് മമത ഇന്ത്യ മുന്നണി നന്നാക്കാൻ പോകുന്നത്. ഇതിനിടയിലാണ് ആ കോമഡി യോഗം ഡൽഹിയിൽ നടക്കുന്നത്. ഇന്ത്യ മുന്നണി യോഗത്തിൽ DMK ഉൾപ്പെടെയുള്ള പല പ്രമുഖ പാർട്ടികളും പങ്കെടുക്കുന്നില്ല. ജാർഖണ്ഡിലെ JMM നേതാവ് ഹേമന്ത് സോറന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ല. ഇനി DMK ആണെങ്കിൽ കോൺഗ്രസ് നേരത്തെ തന്നെ പിണക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് NCP നേതാവ് ശരത് പവാറും വരില്ല. പകരം പേരിന് രോഹിത് പവാറിനെ എങ്ങാനും പങ്കെടുപ്പിച്ചേക്കാം എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ കരുത്ത് കാട്ടാൻ വെച്ച യോഗം ഇപ്പോൾ വെറും ഒരു ചായ കൂടി സൽക്കാരമായി മാറിയിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് സ്വന്തം MP-മാരെ തണുപ്പിക്കാൻ നടക്കുന്ന മമതയും വലിയ പ്രതീക്ഷയോടെ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നാൽ അടുത്ത പുകിലാണ്. രാഹുൽ ഗാന്ധിയും മമതയും തമ്മിലുള്ള ആ ഈഗോ ക്ലാഷ് ലോകപ്രസിദ്ധമാണല്ലോ. ഇവർ രണ്ടുപേരും തമ്മിൽ വൈകാതെ തന്നെ അടി തുടങ്ങുമെന്നും മുന്നണിപ്പാളയത്തിൽ പടമുണ്ടാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനകം ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം പാർട്ടിയിലെ 20 MP-മാർ എപ്പോൾ പാര വെക്കുമെന്ന് പേടിച്ചിരിക്കുന്ന മമത ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഈഗോയും കൂടി താങ്ങേണ്ടി വരുന്നത് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും മറ്റുള്ളവരെ ഭരിക്കാൻ നടന്നിട്ട് ഇപ്പോൾ സ്വന്തം നേതാക്കളുടെ മുന്നിൽ അപേക്ഷകയായി നിൽക്കുന്ന മമതയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ: കാലം കാത്തുവെച്ച് കാവ്യനീതി എന്ന് പറയുന്നത് ഇതാണോ? എന്തായാലും ദീദിയുടെ ഈ ഡൽഹി യാത്ര വിജയകരമായ ഒരു അനുനയ യാത്രയാകുമോ, അതോ തൃണമൂലിന്റെ കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. 24 മണിക്കൂറും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും BJP-യെയും കുറ്റപ്പെടുത്താനും വെല്ലുവിളിക്കാനും നീക്കിവെക്കുന്ന സമയം കൊണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിരുന്നെങ്കിൽ മമതയ്ക്ക് ഇന്ന് ഈ ഗതികേട് വരില്ലായിരുന്നു. ഡൽഹിയിൽ പോയി മോദിക്കെതിരെ സഖ്യമുണ്ടാക്കാനോ ദേശീയ നേതാവാകാനും പ്ലാൻ ഇടുമ്പോൾ സ്വന്തം അണികളും MP-മാരും കാലിനടിയിലെ മണ്ണ് ചോർത്തിക്കൊണ്ടു പോകുന്നത് ദീദി അറിഞ്ഞതേയില്ല. അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ചെറുക്കാൻ നോക്കുന്ന മമതയ്ക്ക് സ്വന്തം മരുമകൻ അഭിഷേക് ബാനർജി പാർട്ടിയിൽ ഉണ്ടാക്കി വെച്ച ആഭ്യന്തര പുകിലുകൾ പോലും സമയത്തിന് പരിഹരിക്കാൻ പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എപ്പോഴും എതിരാളി പുറത്താണെന്ന് കരുതി അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോരാടുമ്പോൾ യഥാർത്ഥ ശത്രുക്കൾ സ്വന്തം പാളയത്തിൽ തന്നെയാണ് വളരുന്നതെന്ന് മമത വൈകിയാണ് തിരിച്ചറിഞ്ഞത്. BJP-യെ തോൽപ്പിക്കാൻ വലിയ കോട്ടകൾ കെട്ടാൻ നടന്ന മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം കോട്ടയിലെ വിള്ളലുകൾ അടയ്ക്കാൻ വിമതരുടെ മുന്നിൽ അപേക്ഷിക്കേണ്ടി വരുന്നു എന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയും പരിഹാസവുമാണ്.
ഏതായാലും മറ്റുള്ളവരെ കുറ്റം പറയുന്ന തിരക്കിൽ സ്വന്തം വീട് നോക്കാൻ മറന്ന ഒരു നേതാവിന്റെ കൃത്യമായ ഉദാഹരണമായി മമത മാറിയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ സിംഹമായി വന്ന് അലറുകയും പാർലമെന്റിൽ BJP വിറപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്ന തൃണമൂൽ MP-മാരെ ഓർക്കുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ചിരി വരുന്നത്. ഡൽഹിയിൽ BJPക്കെതിരെ ബഹളം വെക്കാൻ പോയ ഇവരൊക്കെ ഇപ്പോൾ സ്വന്തം നേതാവിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. മമത ഡൽഹിയിൽ ചെന്നിറങ്ങിയത് ഈ MP-മാരെ ഒന്ന് കാണാനാണ്. അവിടെ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചകൾ സത്യത്തിൽ ഭയങ്കര തമാശയായിരിക്കും. പുറത്ത് ക്യാമറയ്ക്ക് മുന്നിൽ തോളിൽ കൈയിട്ട് ഞങ്ങൾ ഒന്നാണെന്ന് കാണിച്ച് ചിരിക്കുമെങ്കിലും ഉള്ളിൽ ഓരോരുത്തരും മമതയുടെ കസേരയുടെ കാൽ എങ്ങനെ ഒടിക്കാമെന്നായിരുന്നു മുമ്പും ആലോചിച്ചിരുന്നത്. ദീദിയാണെങ്കിൽ ഓരോരുത്തർക്കും ചായയും ബിസ്ക്കറ്റും എടുത്തു കൊടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരാതിയുണ്ടോ, അതൊക്കെ നമുക്ക് പിന്നെ തീർക്കാം, ഇപ്പോൾ എന്നെ നാറ്റിക്കരുത് എന്ന് പറഞ്ഞ് സോപ്പിടുന്ന അവസ്ഥയിലായിരിക്കും. ബംഗാളിൽ പ്രതിപക്ഷത്തെ ഒരൊറ്റ നേതാവിനെ പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ സമ്മതിക്കാത്ത മമത സ്വന്തം MP-മാരുടെ മൂഡ് നോക്കി സംസാരിക്കേണ്ടി വരുന്നത് കാലത്തിന്റെ കാവിനീതി തന്നെയാണ്. ഇനി ഇന്ത്യ മുന്നണി യോഗത്തിൽ കാര്യം പറയുകയേ വേണ്ട. മോദിയെ താഴെ ഇറക്കാൻ വലിയ പ്ലാനിട്ട് ചെന്ന മമതയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ കസേര പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം വരാമെന്ന് പറഞ്ഞ പ്രമുഖ നേതാക്കളൊക്കെ ഇപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുങ്ങിത്തുടങ്ങി. ഒടുവിൽ രാഹുൽ ഗാന്ധിയും മമതയും മാത്രം ഇരുന്ന് ചായ കുടിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അവിടെ ചെന്നാലും സമാധാനം ഉണ്ടാകില്ല. അടുത്ത പ്രധാനമന്ത്രി ആരാകണം എന്ന ചോദ്യം വരുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ ഈഗോ അടിച്ചു പിരിയും. BJPയെയും അമിത്ഷായെയും കുറ്റപ്പെടുത്തി സമയം കളയുന്നതിനിടയിൽ തൻ്റെ ചുറ്റുമുള്ളവരൊക്കെ തനിക്കിട്ട് പാര വെക്കാൻ കാത്തിരിക്കുകയാണെന്ന് മമത ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്തായാലും മറ്റുള്ളവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ട്രോളാൻ നടന്ന മമത ഒടുവിൽ സ്വന്തം പാർട്ടിക്കാരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പെട്ടുപോയ കാഴ്ച ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒന്നാന്തരം ഒരു രാഷ്ട്രീയ നാടകം തന്നെയായിരിക്കും. BJPയും നരേന്ദ്രമോദിയും അമിത്ഷായെയും പൂട്ടാൻ ഡൽഹിയിൽ പോയി വലിയ വലിയ കോട്ടകൾ കെട്ടാൻ നോക്കിയ മമതയ്ക്ക് ഒടുവിൽ സ്വന്തം തട്ടകത്തിൽ തന്നെ അടിപതർന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ബംഗാളിൽ കാണുന്നത്. മറ്റുള്ളവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും 24 മണിക്കൂർ നീക്കിവെച്ച ദീദി ഒടുവിൽ സ്വന്തം അണികളെയും MP-മാരുടെയും നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നു എന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി അവശേഷിക്കുകയാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ശക്തമായ ഒരു ബദൽ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ അമരത്തേക്ക് പ്ലാൻ ചെയ്തിറങ്ങിയ മമതയ്ക്ക് സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും മരുമകൻ അഭിഷേക് ബാനർജി ഉയർത്തിയ അധികാര തർക്കങ്ങളും സമയത്തിന് കണ്ടറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പതനത്തിന്റെ പ്രധാന കാരണം. പുറത്ത് വലിയ സിംഹമായി അലറുമ്പോഴും ഉള്ളിൽ സ്വന്തം MP-മാർ എപ്പോൾ പാരവെക്കുമെന്ന് ഭയന്ന് അവരുടെ മുന്നിൽ അപേക്ഷകയായി മാറേണ്ടി വന്ന ഈ അവസ്ഥ ഏതൊരു മുൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയാണ്. മറ്റുള്ളവർക്ക് കുഴി തോണ്ടാൻ പോകുന്നതിന് മുൻപ് സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാതെ നോക്കണം എന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതിപ്പോൾ അനർത്ഥമായിരിക്കുകയാണ്. ദീദിയുടെ ഈ ഡൽഹി യാത്ര അതുതന്നെയാണ്. പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം വിട്ടുനിന്ന ആ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈഗോയും സ്വന്തം പാർട്ടിക്കാരുടെ അതൃപ്തിയും ഒരേ സമയം താങ്ങേണ്ടി വന്ന മമതയുടെ ഈ ഗതികേട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാഠമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.